ഈശ്വരൻ എന്നിൽ പ്രസാദമാവണം, ഈശ്വരൻ എന്നിൽ പ്രസന്നനാവണമെന്ന് എന്തുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്നത്? അതിൽ കുറച്ചു രഹസ്യമുണ്ട്, തീർച്ചയായുമുണ്ട്. ഈശ്വരൻ പ്രസന്നനാകണമെങ്കിൽ പ്രസന്നനാവണം. അതിനുള്ള ആശ വെച്ച് പുലർത്തുന്നതിനർത്ഥം കുറച്ചുകൂടി ഗഹനമാണ്. തീർച്ചയായും അതിൽ കുറച്ച് രഹസ്യമൊളിഞ്ഞിരിക്കും. അർത്ഥകാമങ്ങളുടെ ചിന്ത വേണ്ട. തദർത്ഥം ഭഗവത് പ്രസാദത്തിനു വേണ്ടിയും അരുത്. ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത്, ഭഗവത് പ്രസാദത്തിൻ്റെ ചുറ്റിത്തിരിയലിൽ അർദ്ധകാമമില്ല, കാമന തന്നെ ഇല്ല. അർദ്ധകാമത്തിൻ്റെ ചിന്തയരുത്, അത് സ്വതവേ തന്നെയാണ്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. ഇത് പ്രഥമ ഭാഗം സാഖ്യ സന്ദർഭവും 2-ാം ഭാഗം സ്ഥിതപ്രജ്ഞ ലക്ഷണം ഉൾക്കൊള്ളുന്നതുമാണ്. അതിൽ പ്രഥമ ഭാഗത്തിലെ സാഖ്യ സന്ദർഭം കഴിഞ്ഞ് യോഗ സന്ദർഭത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിൽ യോഗസ്ഥക്കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യത്തെ എന്ന ശ്ലോകമാണ് നാം എടുത്തത്. എന്താണ് കർമ്മയോഗം എന്ന് ഭഗവാൻ അർജുനൻ ഉപദേശിക്കുകയാണ്. ഭഗവതർപ്പണമായി ചെയ്യുക, ഈശ്വരാർപ്പണ ബുദ്ധിയ. ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുന്നത്, ഈശ്വരന് നമ്മുടെ കർമ്മം എവിടെയാണ് ആവശ്യം? സൃഷ്ടിയിലെന്ന് നാം കണ്ടു. ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണവും നാം കണ്ടു. ഒരമ്മ 8 അണയ്ക്ക് 1 അണയ്ക്കുപ്പും 7 അണയ്ക്ക് പഞ്ചസാരയും വാങ്ങിച്ചു കൊണ്ടുവന്നു. ഭാവപൂർണ്ണ സമർപ്പണം നാം കണ്ടു. ഭോജനം വളരെ ഉത്തമമായി. അതാണ് ഭാവപൂർണമായ സമർപ്പണത്തിൻ്റെ പരിണാമം. ഇപ്രകാരം നമ്മുടെ പ്രിയ കർമ്മങ്ങളും ഭഗവതർത്ഥം സമർപ്പിച്ചാൽ അതുകൊണ്ട് സൃഷ്ടി മധുരമായിത്തീരും. അങ്ങനെ നമ്മുടെ കർമ്മം സമഷ്ടി ഉപകാരകാരകമാവും. അതിൽ നമുക്കും പ്രസാദമുണ്ടാവും. ഭഗവത് സമർപ്പണം സാധാരണമല്ല. ഭഗവത് സമർപ്പണം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കർമ്മമാകട്ടെ ബീജമാണ്. സാധാരണ ഭൂമിയിൽ ധാന്യം വിതച്ചാൽ കുറച്ച് വിളവുണ്ടാവും. എന്നാൽ നല്ല വളക്കൂറുള്ള ഭൂമിയിൽ വിത്തിട്ടാൽ 100 മേനി വിളയും. കർമ്മരൂപി ബീജം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയഭൂമി എപ്രകാരമാണ്? കർമ്മം ബീജമാണ്. കർമ്മരൂപമാകുന്ന ബീജം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയഭൂമി എപ്രകാരമാണ്? അത് നമുക്ക് തന്നെ അറിയാം. അത്രയും ഫലമുണ്ടാവും. എന്നാൽ ഭഗവത് ഭൂമി വിലക്ഷണമാണ്. അതിൽ കർമ്മ ബീജം അനന്തഗുണിതമാകുന്നു. ഒരു കർമ്മം, അതിൻ്റെ ബീജം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയഭൂമിക്ക് അനുസരണമായി
അതുകൊണ്ടാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് അതിന്മേൽ പ്രാധാന്യമുണ്ടാകുന്നത്. പ്രകാരഭേദങ്ങൾ ഉണ്ടാകുന്നത്. സുശ്രുതൻ ചരകൻ സുഷുപ്തിയെപ്പറ്റിയും മറ്റും പറയുമ്പോൾ ഭാവിയിൽ വന്നേക്കാവുന്ന ദുർലക്ഷണങ്ങൾ, അപകടങ്ങൾ, ദുർനിമിത്തങ്ങൾ ഇവയൊക്കെ വ്യക്തിയുടെ സുഷുപ്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് സുഷുപ്തി ദർശനത്തെ പഠിപ്പിക്കുമ്പോൾ ആയുർവേദത്തിൽ പറയും. ഇതിൻ്റെ കാരണം നമ്മുടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ ചേർന്ന ഹൃദയഭൂമിയിൽ എത്ര വളക്കൂറുണ്ട്, എത്രമാത്രം വിളയും, അത് നമുക്കറിയുകയും ചെയ്യാം. കർമ്മവേളയിൽ കർമ്മത്തിന് മുമ്പ് നമ്മുടെ മനസ്സുണ്ടാക്കിയിട്ടുള്ള ഭാവതലങ്ങളെ മുഴുവൻ നമുക്കറിയാം. അത്രയുമാണ് ഫലമുണ്ടാകുന്നത്. എന്നാൽ ഭഗവത് ഭൂമി അങ്ങനെയല്ല. ഭഗവത് ഭൂമിയിൽ അനേക ഗുണം, അനന്തഗുണിതം കർമ്മബീജം വികസിക്കുന്നു, അനന്തസുഖദായിയായിത്തീരുന്നു. എത്രത്തോളം കർമ്മങ്ങളെ ഭഗവതർപ്പണമായി ചെയ്യുന്നു, അത് അനന്തസുഖദായിയായിത്തീരുന്നു. അല്പം പോലും, അത്യല്പം പോലും ധർമ്മത്തിൻ്റെ ചെറിയ അംശം പോലും അനന്തമായിത്തീരുന്നു. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. വലിയ ഭയങ്ങളിൽ നിന്ന് സ്വൽപ്പമപി, ധർമ്മസ്യ സ്വൽപ്പമപി, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ, നമ്മളെ രക്ഷിക്കുന്നു. സ്വൽപ്പവും കൂടി ഈശ്വരഭൂമിയിൽ അനന്തമായിത്തീരുന്നതാണ്. അവിടുത്തെ മഹത്തായ പരോപകാരമാവുന്നത്. അനന്തവിസ്തൃതിയാണത്. സമഷ്ടി സേവയാവും. വൃക്ഷം വച്ചു പിടിപ്പിച്ച് സ്വാധികാരം ത്യജിച്ച് കഴിഞ്ഞാൽ സമഷ്ടി സേവയുണ്ടാകും. വരുന്നവരെല്ലാം അതിൻ്റെ ഫലം ഭുജിക്കുന്നു. വൃക്ഷം വച്ചു പിടിപ്പിച്ചിട്ട് സ്വാധികാരം ത്യജിച്ചതുകൊണ്ട് അല്പം ധർമ്മത്തിൽ നിന്ന് അനന്തമായ ഫലമുണ്ടാകുന്നു. അതുപോലെ കർമ്മം ചെയ്ത് ഭഗവത് സമർപ്പണം കൊണ്ട് സമഷ്ടി സേവയുണ്ടാവും. ഏത് കർമ്മവും അതിൻ്റെ ഉദാത്ത നിലകളിലെത്തുന്നത് ഭഗവത് സമർപ്പണം കൊണ്ടാണ്. സമാഹിത ചിത്തത്തോടൊപ്പം ഈശ്വരാർപ്പണമായ അർത്ഥം പ്രാപ്തമാകുന്നതിന് ഇവിടെ യോഗസ്ഥഃ എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. അന്യവ്യാഖ്യാനങ്ങൾ നമുക്ക് മുമ്പോട്ട് കാണാം. സംഘം തെക്വാ ധനഞ്ജയ. ഇതിന്മേലും ഭാഷ്യകാരൻ ശങ്കരാചാര്യർ വിശേഷ ലക്ഷണങ്ങളുള്ള അർത്ഥം പ്രസ്താവിച്ച് കാണുന്നു. ഇവിടെ കേവലം ആസക്തിം തെക്വാ
ഇത്രയും മാത്രം അർത്ഥമല്ല. കേവലമായി ആസക്തിം തെക്ത്വ എന്ന് മാത്രമായി അർത്ഥമല്ല. എന്തുകൊണ്ടെന്നാൽ ഫലാധികാരം ഉപേക്ഷിക്കുന്നതിന് ഉള്ള കാര്യം നാം നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാഷ്യത്തിൽ ഇപ്രകാരം എഴുതി: ഫലത്തിൽ അധികാരമില്ലാത്തിടത്തോളം ഫലാധികാരം ത്യജിക്കാനാവില്ല. തത്രാവി ഈശ്വരോ മേ തുഷ്യതു ഇതി സംഗം തെക്ത്വ. യജ്ഞസംസ്കാരത്തിൻ്റെ ആഴവും പരപ്പും യജ്ഞവിധിയുടെ അന്ധക്കരണശുദ്ധിക്കായുള്ള യജ്ഞവിധിയുടെ സജീവമായ ചിന്തകളും സമുജ്വലമായി അറിയുന്ന ആചാര്യൻ തത്രാപി ഈശ്വരോ മേ തുഷ്യത ഇതി സംഘം തെക്ത്വ. പ്രായേണ എല്ലാ വ്യാഖ്യാതാക്കന്മാരും ഈശ്വരതോഷാർത്ഥം കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. ഈശ്വരതോഷണാർത്ഥം കർമ്മം ചെയ്യുന്നത് ഉത്തമമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കർമ്മയോഗം അതിൽ നിന്നെല്ലാം വളരെ മേലെയാണ്. ഈശ്വരതോഷാർത്ഥം കർമ്മം ചെയ്യുന്നതിനും മേലെയാണ് കർമ്മയോഗം. കർമ്മയോഗത്തെ ഈശ്വരതോഷണാർത്ഥം കർമ്മം ചെയ്യുന്നു എന്നെടുത്താൽ പോരാ. ഈശ്വരതോഷണാർത്ഥം എന്നതിനും വളരെ മേലെയാണ്. അല്പമെങ്കിലും സംഘമുണ്ടെങ്കിൽ കർമ്മം വിരാട് ഭാവത്തെ പ്രാപ്തമാക്കില്ല. അല്പം സംഘം. എന്തുകൊണ്ടെന്നാൽ അത് പ്രഭാത ചട്ടകുട്ടി പ്രഭാവ വൃത്താന്തം തന്നെയാണ്. ഈശ്വരൻ എന്നിൽ പ്രസാദമാവണം, ഈശ്വരൻ എന്നിൽ പ്രസന്നനാവണമെന്ന് എന്തുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്നത്? അതിൽ കുറച്ചു രഹസ്യമുണ്ട്, തീർച്ചയായുമുണ്ട്. ഈശ്വരൻ പ്രസന്നനാകണമെങ്കിൽ സ്വത പ്രസന്നനാവണം. അതിനുള്ള ആശ വെച്ച് പുലർത്തുന്നതിനർത്ഥം കുറച്ചുകൂടി ഗഹനമാണ്. തീർച്ചയായും അതിൽ കുറച്ച് രഹസ്യമൊളിഞ്ഞിരിക്കും. അതിപ്രതാപിയായ ഒരമ്മയുണ്ടായിരുന്നു. ഒരു ദിവസം അവർ എള്ള് തൊലി കളഞ്ഞ് ലഡ്ഡു ഉണ്ടാക്കാൻ തുടങ്ങി. അത് ഉണക്കുന്നതിന് വേണ്ടി വെയിലത്ത് വെച്ചു. അകത്തെന്തോ എടുക്കാൻ പോയി. അവർ എള്ളിൻ്റെ കാര്യം മറന്നുപോയി. കുറച്ചു കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് എള്ളിൻ്റെ മേൽ, തൊലി കളഞ്ഞു വെച്ച എള്ളിൻ്റെ മേൽ പട്ടി മൂത്രമൊഴിക്കുന്നതാണ്. അവർക്ക് വലിയ ദേഷ്യം വന്നു. അവർ വിചാരിച്ചു ഇനി എന്തു ചെയ്യും. അവർ എള്ളും കൊണ്ട് കടക്കാരൻ്റെ അടുത്ത് ചെന്നു. പറഞ്ഞു, ഇത് കഴുകി തൊലി കളഞ്ഞതാണ്, ഇതിന് പകരം കറുത്ത എള്ള് തരുമോ? കടക്കാരൻ ചോദിച്ചു, എന്തിന്? ഞാൻ നേരത്തെ വെളുപ്പിച്ച് ലഡ്ഡു ഉണ്ടാക്കാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് തൊലി കളഞ്ഞത്. തൊലി കളഞ്ഞു കഴിഞ്ഞപ്പോഴാകട്ടെ എള്ളു തൊലിയോടുകൂടിയുള്ള ലഡ്ഡു ഉണ്ടാക്കാൻ കറുത്ത എള്ളുകൊണ്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കടക്കാരന് ലോഭം തോന്നി. മുടക്കില്ലാതെ എള്ളു തൊലി കളഞ്ഞ് കിട്ടിയിരിക്കുന്നു.
ലാഭമാണല്ലോ എന്ന് കരുതി കറുത്ത എള്ളെടുക്കാൻ അകത്തേക്ക് പോയി. അയാളുടെ മകൻ ബുദ്ധിമാനായിരുന്നു. അയാൾ ബുദ്ധിമാനായ മകൻ പറഞ്ഞു, തൊലി കളഞ്ഞ് വെളുപ്പിച്ച എള്ളിനു പകരം തൊലിയുള്ളത് വാങ്ങാൻ ഈ സ്ത്രീ വന്നിരിക്കുന്നു. ഇവർ അത്രയ്ക്ക് നിഷ്കളങ്ക ഒന്നുമല്ല. അസ്തി അത്ര കിഞ്ചിത് കാരണം, അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. മകൻ വിചാരിച്ചു, അതുകൊണ്ട് മാറ്റിക്കൊടുക്കാൻ വരട്ടെ. അതുപോലെ എന്തെങ്കിലും കാരണം ഇവിടെയും ഉണ്ടായില്ലേ? മകൻ്റെ വിചാരം പോലെ കർമ്മങ്ങളിലെല്ലാം ഭഗവത് തോഷണാർത്ഥം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവില്ലേ? ജനങ്ങൾ കർമ്മം ചെയ്യുന്നു എങ്കിൽ എന്നിൽ തെറ്റുണ്ടെന്നെങ്കിലും അവർക്കറിയാം. കർമ്മത്തിൽ ദൂഷണം അവശ്യം വരുക തന്നെ ചെയ്യും. അത് എങ്ങനെ അതിനെ ശുദ്ധമാക്കി 100 ഇരട്ടി ഫലം പകരം തരും. അതായത് ചുറ്റിത്തിരിഞ്ഞ് അതേ അർത്ഥം കർമ്മത്തിലും കൂടി വരും. അർത്ഥകാമങ്ങളുടെ ചിന്ത വേണ്ട. തദർത്ഥം ഭഗവത് പ്രസാദത്തിനു വേണ്ടിയും അരുത്. ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത്, ഭഗവത് പ്രസാദത്തിൻ്റെ ചുറ്റിത്തിരിയലിൽ അർദ്ധകാമമില്ല, കാമന തന്നെ ഇല്ല. അർദ്ധകാമത്തിൻ്റെ ചിന്തയരുത്. അത് സ്വതവേ തന്നെയാണ്. മഹർഷി ആപസ്തംഭൻ പറഞ്ഞിട്ടുണ്ട്, തദ്യഥാ അഗ്രേസമാരോപ്യമാണേ ഛായാഗന്ധാവനുത്പദ്യേതേ ഏവം ധർമ്മം ചര്യമാണസ്യ അർത്ഥകാമാവനുത്പദ്യതേ. അഗ്രേസമാരോപ്യമാണേ ഛായാഗന്ധാവനുത്പദ്യേതേ ഏവം ധർമ്മം ചര്യമാണസ്യ അർത്ഥകാമാവനുത്പദ്യതേ എന്ന് ആപസ്തംഭൻ മാവ് വച്ച് പിടിപ്പിച്ചാൽ തണലും സുഗന്ധവും അവശ്യം ഭാവിയാണ്. ചൂടുകാലത്ത് മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാം, സുഗന്ധത്തിൻ്റെ ആനന്ദം നേടാം. എന്നാൽ ഇതല്ല അതിൻ്റെ ഫലം. നഗരങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, അതുപോലെയല്ല ഗ്രാമങ്ങളുടെ കാര്യം. അവിടെ വൃക്ഷങ്ങൾ ഫലത്തിനു വേണ്ടിയാണ് വച്ചുപിടിപ്പിക്കുന്നത്. അപ്പോൾ തണലും ഗന്ധവുമാകട്ടെ ആനുഷംഗിക ഫലങ്ങൾ മാത്രമാണ്, അവ മുഖ്യഫലമല്ല. ഇത് ധർമ്മത്തിൻ്റെയും സ്ഥിതിയാണ്. ധർമ്മത്തിൻ്റെ പ്രയോജനം അർത്ഥവും കാമവുമല്ല, എന്നാൽ ജഗത് പ്രതിഷ്ഠയാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അർത്ഥകാമങ്ങളല്ല മുഖ്യഫലം. ധർമ്മം കൊണ്ട് അർത്ഥകാമങ്ങളല്ല നേടുന്നത്, ജഗത് പ്രതിഷ്ഠയാണ് നേടുന്നത്. അർത്ഥവും കാമവും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതതിൻ്റെ മുഖ്യഫലമല്ല എന്നേ ഉള്ളൂ. അവ ആനുഷംഗിക ഫലങ്ങളാണ്.
മഹർഷി വേദവ്യാസൻ മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഊർധ്വബാഹുർ വിരൗമ്യേഷാം നച കശ്ചിത് ധൃണോതി വേ. ഊർധ്വബാഹുർ വിരോമ്യേഷ നച കശ്ചിത് ധൃണോതി വേ. ധർമാവർദ്ധശ്ച കാമശ്ച കിമർത്ഥം സ കിമർത്ഥം ന സേവ്യത്തെ. ഊർധ്വബാഹുർ വിരോമ്യേഷാം നച കശ്ചിത് ധൃണോതി മേ. ധർമാവർദ്ധശ്ച കാമശ്ച സ കിമർത്ഥം ന സേവ്യത്തെ. ഞാൻ രണ്ട് കൈയും പൊക്കി ഉച്ചമോതുന്നു, എന്നാൽ ആരും പാണ്ഡവരോ കൗരവരോ എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല, കേൾക്കാൻ തയ്യാറാകുന്നില്ല. അല്ലയോ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കൂ. ധർമ്മത്തിൽ നിന്നാണ് അർത്ഥകാമങ്ങൾ ഉണ്ടാവുന്നത്. അതിൻ്റെ സേവനം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നത് ധർമ്മത്തിൽ നിന്ന് അർദ്ധകാമങ്ങളുടെ പ്രാപ്തിയുണ്ടെന്നാണ്. ആരെങ്കിലും അർദ്ധകാമങ്ങളെ ആഗ്രഹിച്ചുവെന്നിരിക്കട്ടെ, അവർക്ക് അവ ധർമ്മത്തിൽ നിന്നും ലഭിക്കും. എന്നാൽ ഇത് ധർമ്മത്തിൻ്റെ മുഖ്യഫലമല്ല, ആനുഷംഗിക ഫലം മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈശ്വരപ്രസാദവും കൂടി ചുറ്റിത്തിരിഞ്ഞ് കാമത്തിനു വേണ്ടിയായാൽ അതും കൂടി മുഖ്യപ്രയോജനമല്ല. അപ്പോൾ ധർമ്മത്തിൻ്റെ മുഖ്യപ്രയോജനം എന്ത്? മോക്ഷമാണ് പ്രയോജനമെന്ന് പറയാം. എന്നാൽ മോക്ഷം അന്തിമ തഥ്യയാണ്. അതിനിടയിൽ അനേകം കാര്യങ്ങൾ വേറെ അവശിഷ്ടമാണ്. ധർമ്മോ വിശ്വസ്യ ജഗതപ്രതിഷ്ഠ ലോകേ പ്രജാ ഉപസർജന്തി. ധർമ്മേണ പാപം അപനുദതി ധർമ്മേ സർവം പ്രതിഷ്ഠിതം തസ്മാത് ധർമ്മം പരമം വദന്തി. ധർമ്മോ വിശ്വസ്യ ജഗതപ്രതിഷ്ഠ ലോകേ ധർമ്മിഷ്ഠം പ്രജാ ഉപസർജന്തി. ധർമ്മേണ പാപം അപനുദതി ധർമ്മേ സർവം പ്രതിഷ്ഠിതം തസ്മാത് ധർമ്മം പരമം വദന്തി. ഭഗവദർപ്പണാത്മക കർമ്മം വിശ്വത്തിൻ്റെ പ്രതിഷ്ഠ, അതായത് സ്ഥിതിക്ക് കാരണമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു വന്ന അതുപോലെ ധർമ്മസാമാന്യരൂപത്തിലും കൂടി വിശ്വസ്ഥിതിക്ക് കാരണമാണ്. ധർമ്മേ സർവം പ്രതിഷ്ഠിതം. വിശ്വപ്രതിഷ്ഠ ധർമ്മത്തിലാണിരിക്കുന്നത്. അതാണ് ധർമ്മത്തിൻ്റെ മുഖ്യ ഫലം, വിശ്വപ്രതിഷ്ഠ. സ്വത്യധിഷ്ഠിതമായ ഈ മനോഹര സന്ദേശത്തെ അർജുനനെ മുൻനിർത്തി തൻ്റെ ഭക്തജനങ്ങൾക്ക് മൊത്തമായി നൽകിയ ഭഗവത് വചനങ്ങളെ ഏതൊരു വ്യാസ കൽപ്പനയാണോ വിരചിച്ചത്, ആ കൃഷ്ണദ്വൈപായനൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.